ഏജൻസികളെ തന്നെയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം എങ്ങനെയാണ്, അതിനെ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ ചില രേഖകളുണ്ട്. എല്ലാ കാലത്തും ഓർമ്മിക്കത്തക്ക ചില അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ട്. കൽക്കരി ഖനനാനുമതി കേസിലാണ് ജസ്റ്റിസ് R.M. ലോധ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ചൂണ്ടി നിങ്ങൾ കൂട്ടിലടച്ച തത്തയാണ് എന്ന് അധിക്ഷേപിച്ചത്. ജസ്റ്റിസ് മധു അഗർവാൾ പറഞ്ഞു, ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊത്ത് ചുവട് വയ്ക്കുന്നവരാണ് നിങ്ങൾ എന്ന് ക്ഷോഭത്തോടെ പൊട്ടിത്തെറിച്ചു. ജസ്റ്റിസ് അൽത്തമാസ് കബീർ ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങളുടെ പോക്കെങ്കിൽ ഈ ഇന്ത്യയെ രക്ഷിക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപല്ലാതെ, വേണമെങ്കിൽ സമീപകാലം എന്ന് പറയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നത നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിലയിരുത്തലുകളാണ്. അതിന്റെ അനുപൂരകമായി നമുക്ക് പറയാം, ബഹുമാന്യായ സോണിയാഗാന്ധി ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ ഈ ദേശീയ ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചും എങ്ങനെ ആളുകളെ വേട്ടയാടുന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടായിരിക്കണം ഈ കേരളത്തിലെ സവിശേഷകരമായ സാഹചര്യത്തിൽ ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ വന്ന് അന്വേഷണ ഏജൻസികൾ എങ്ങനെയൊക്കെയാണ് തങ്ങളെ വേട്ടയാടിയത്, ഫാറൂഖ് അബ്ദുള്ളയെ മാത്രമല്ല തന്നെയും വേട്ടയാടി എന്ന് പറയുണ്ടായി. ഇതൊരു പശ്ചാത്തലമാണ്. ഈ ആരോപണങ്ങളെല്ലാം 2014 മുൻപ് BJP ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിനു മുൻപ് BJP ഉന്നയിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ കോൺഗ്രസ് ഉന്നയിക്കുന്ന. കേന്ദ്ര ഏജൻസികളെല്ലാം കേന്ദ്ര ഭരണക്കാരുടെ വിനീത വിധേയരായ ഭൃത്യരായി ജോലി ചെയ്യുന്നു എന്ന ആക്ഷേപം എല്ലാ കാലത്തും വന്നിട്ടുള്ളതാണ്. ഇതാണ് പശ്ചാത്തലം.